PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാതെ ഒളിച്ചുകളി തുടർന്ന സംസ്ഥാന സർക്കാർ. പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ നയപരമായ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് വിവരാവകാശ മറുപടി. അന്തിമ തീരുമാനം മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമായിരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് പ്രതികരിക്കുന്നു. പദ്ധതിയിൽ നിന്ന് കേരളം പൂർണ്ണമായും പിന്മാറുമെന്നായിരുന്നു CPIക്ക് കൊടുത്ത ഉറപ്പ്. ജനം എക്സ്ക്ലൂസീവ്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഇന്നലെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് PM ശ്രീ പദ്ധതി വരെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചു. അത് ഒന്ന് ആലോചിച്ചു നോക്കി. എത്രയോ കുട്ടികൾക്ക്, സാധാരണ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ വലിയ ഗുണം ലഭിക്കുന്ന, മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി. അതിനെ നഖശികാന്തം കോൺഗ്രസ് എതിർക്കുന്നു, CPI എതിർക്കുന്നു. അത് കരുതി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്നു. വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഇവിടെ ഒരു വിലയുമില്ലേ എന്ന് അദ്ദേഹം ഇന്നലെ ചോദിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ കൊണ്ടുവന്ന ഈ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നു ഒളിച്ചുകളി തുടരുകയാണ്. എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും അത് തന്നെയാണ്. PM ശ്രീ പദ്ധതി രാജ്യത്ത് വിവിധയിടങ്ങളിൽ, ഭാരതത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി അത് വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾക്കൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും വഴിവെച്ച കാര്യമാണ് PM ശ്രീ പദ്ധതി. അതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇത് നടപ്പാക്കുന്നില്ല എന്ന വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത് നടപ്പാക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് പോവുകയും തൊട്ടു പിന്നാലെ CPI അടക്കം ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത്. ഇത് CPM-ഉം CPI-യും തമ്മിലുള്ള പോരിലേക്ക് കടന്നു. സംസ്ഥാന സർക്കാരിന് സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക്, മുന്നണികൾ തമ്മിലുള്ള കടുത്ത വിഷയത്തിലേക്കൊക്കെ ഇത് കടന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ വിവരങ്ങളിൽ ആണ് ഇപ്പോൾ ഒളിച്ചുകളി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കുവാൻ സംസ്ഥാന സർക്കാരിനാകുന്നില്ല എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്ത് ഇത് നടപ്പാക്കുമോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നോ എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് CPIയുടെ ഭാഗത്തു നിന്ന് ശക്തമായ സമ്മർദ്ദം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതി ഉപേക്ഷിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പറയുകയും ചെയ്തെങ്കിൽ പോലും വിവരാവകാശ രേഖയിൽ ഒരിടത്ത് പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നെന്നോ അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുക എന്നുള്ളൊരു ഉറച്ച തീരുമാനമൊന്നും തന്നെ എടുത്തിട്ടില്ല. കാരണം വിദ്യാർത്ഥികൾക്ക്, അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഇത് ഗുണകരമാകുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ്, ആ തിരിച്ചറിവിൻ്റെ സാഹചര്യത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി സംസ്ഥാനത്തും ഈ പദ്ധതി നടപ്പാക്കാമെന്ന് പറയുകയും ചെയ്തത്. എന്നാൽ CPIയുടെ കടുത്ത വിമർശനത്തിൽ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ CPM-നെയും വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത് അത് മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന കാര്യമായി തീർന്നതിനെ തുടർന്നാണ് ഈ ഒരു അയവെന്നൊരു മട്ടിലേക്ക്, ഒരു തീരുമാനത്തിലേക്കൊക്കെ പോയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശം ചോദിക്കുമ്പോൾ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഇതുവരെ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്തിമ തീരുമാനം മന്ത്രിസഭയുടെ ഉപസമിതി റിപ്പോർട്ടിന്മേലായിരിക്കുമെന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും ഇത് ഫയലുകളിൽ കുരുങ്ങി കിടക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല PM ശ്രീയിൽ ചർച്ച ചെയ്യുവാൻ ഒരു തവണ പോലും മന്ത്രിസഭയിൽ, അതായത് മന്ത്രിസഭാ യോഗം പലതവണ ചേർന്നു എങ്കിൽ പോലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നിട്ട് പോലും ഒരു കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത് നടപ്പാക്കുവാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. കാരണം ഇത് നടപ്പാക്കി ഭാരതത്തിലെ മിക്ക വിദ്യാലയങ്ങളിലും ഇത് നടപ്പാക്കിയതിൻ്റെ ഗുണം വിദ്യാർത്ഥികളിൽ ലഭിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അത് വലിയ മാറ്റത്തിന് വഴിവെച്ചു എന്നുള്ളൊരു തെളിവ് നിൽക്കുമ്പോൾ പോലും ആ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അത് സർക്കാരിൻ്റെ തോൽവി തന്നെയാണ്, അത് പരാജയം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ CPM-ന് CPIക്കുള്ള മേലുള്ള ഒരു ഭയമാണ് ഇതിന് കാരണമെന്ന് കൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുമെന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. വീണ, കൃത്യമായ വളരെ ഗൗരവമായ റിപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രതിനിധി MS വീണ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്.